കുറെ മൈക്കിൽ വന്നിട്ട് കുറെ മാസങ്ങളായി. ഗവൺമെന്റ് വർക്ക് മറ്റേ വർക്കൊക്കെ ആയിട്ട് കുറെ തിരക്കായത് കൊണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വരണമെന്നുണ്ട്. പക്ഷെ പല ബുദ്ധിമുട്ട് കൊണ്ട്, വർക്കിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വരാതിരുന്നത്. അല്ലാതെ മനഃപൂർവ്വം വരാതിരുന്നതല്ല. ഇൻഷാ അല്ലാഹ് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വരാം. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ അബ്ദുള്ള തോട്ടക്കാടൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും വിചാരിക്കണം. ഈ നമ്മ ഒരുപാട് കിതാബുകളൊക്കെ മുത്താർ ചെയ്തിട്ട് ശരിക്ക് വീട് എങ്ങനെയായിരിക്കണം, എന്താണ് സ്ഥലത്തിന്റെ എന്നൊക്കെ വിശദമായ ഒരു പഠനം പൻവരി കോളേജിൽ വെച്ചൊരു, ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് ഈ ആകെ 1.5 മണിക്കൂറേ അന്ന് എനിക്ക് അവിടെ നിന്ന് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ കൂടെ മൈക്കിൽ കൂടെ ഒക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റും. അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായ ഒരു ഇതിനെ കുറിച്ചിട്ട് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് തന്നെ, അതായത് കൊട്ടാരങ്ങളെയും വീടുകളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വീടിന്റെ അവസ്ഥ, സ്ഥലത്തിന്റെ അവസ്ഥ, നമുക്ക് വീട് ചുറ്റുപാട് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെ മുത്താല ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ ഒരു ക്ലാസ് രൂപത്തിൽ ഇങ്ങനെ ഒന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസം ഞാൻ അറിയിക്കാം, നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പൊ ഒരു കുറച്ച് സമയം കുറച്ച് ഫ്രീ ഉണ്ട്. അതിപ്പോ ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സംശയ നിവാരണം നടത്താം. അബ്ദുൽ തോട്ടക്കാട് ഇൻഷാ അല്ലാഹ് അറിയിക്കുക. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ചെറിയ തോതിൽ വിശദമായ രീതിയിൽ തന്നെ വീടിനെ കുറിച്ച് ഒരു പഠന ക്ലാസ് നടത്താം. ഒരാഴ്ച ക്ലാസ് എടുത്താൽ പിറ്റത്തെ ആഴ്ച അതിന്റെ സംശയ നിവാരണങ്ങൾ, പിന്നെ പിറ്റത്തെ ആഴ്ച ക്ലാസ്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ മുസ്ലിങ്ങൾ എല്ലാവർക്കും ഈ വീടിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഇത് പ്രത്യേകമായി ഒരു കൂലി ആഗ്രഹിച്ചത് കൊണ്ടോ പിന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു അറിവുണ്ട് എന്ന് പുറത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ല. സത്യത്തില് നമ്മുടെ വീടുകളിലൊക്കെ ആശാരിമാരുടെ മറ്റവരുടെ എല്ലാ ആ കയറി ചെല്ലുന്ന അവസ്ഥ ഇല്ലാതാക്കണം. അതായത് പിന്നെ ഉസ്താദന്മാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആശാരി വന്നിട്ട് വീട് നോക്കണം, എന്നാൽ അവർക്ക് റാഹത്താവുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അത് മാറ്റിയെടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് തന്നെ വീട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികപരമായി എന്തായിരിക്കണം, നമ്മുടെ അക്കീദപരമായി എങ്ങനെയാണ് വീടിനെ കുറിച്ച് നാം വിശ്വസിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, അക്കീദയ്ക്ക് എതിരില്ലാത്ത രീതിയിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട വ്യക്തികൾക്കൊക്കെ നമുക്ക് അവരുടെ ഈ അനാചാരങ്ങളിൽ നിന്ന് അവരെ അകറ്റി ഇസ്ലാമിന്റെ പാതയിൽ കൂടെ തന്നെ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അവർ നേർവഴിയിലാകുമ്പോൾ നമുക്കും അതിന്റെ ഒരു കൂലി കിട്ടുമല്ലോ. എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം അങ്ങനെ മൈക്കിൽ വന്ന സമയം, മൈക്കിലല്ല ക്ലാസ് റൂമിൽ കയറിയപ്പോ ഒന്ന് അറിയിക്കണം വിചാരിച്ചതാണ്. പിന്നെ വീണ്ടും തിരക്കിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. എന്തായാലും ആർക്കും വേറെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കുറെ ആളുകൾ വീട് കയറ്റുന്നവരുണ്ട് എന്ന് എഴുതി അറിയിച്ചിട്ടുണ്ട്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഏതായാലും വരുസ്ത ചോദിക്കാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ചോദിക്കണ്ട, ആരും മൈക്കിൽ വരുന്നില്ല. അപ്പൊ ഞാന് ഉസ്താദിനോട് മുമ്പ് ഒരു കാര്യം ചോദിച്ചിരുന്നു. എന്റെ വീടിന്റെ അടുത്ത് ഒരു ക്രഷറി ഉണ്ട്. അപ്പൊ വീടിന് ചെറിയൊരു വിള്ളലുണ്ട്. അത് അതിന്റെ കാരണമാണോ എന്നുള്ളത്. ഞാന് വീട്ടിൽ ചെന്ന സമയത്ത് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോ
പലരും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് കംപ്രസറിന്റെ അല്ലെങ്കിൽ ക്രഷറുടെ ഒക്കെ ആണെങ്കിൽ തറയുടെ ഭാഗത്ത് വിള്ളൽ കാണേണ്ടതാണെന്ന്. കേൾക്കുന്നുണ്ടാവുന്ന കരുതണം അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ. തറയുടെ ഭാഗത്ത് തറക്ക് കേടുന്നത് വരെ എവിടെയും കാണുന്നില്ല. ഈ കാർ പോർച്ചിന് പുറത്തേക്ക് 2 ഫില്ലർ കൊടുത്തിരുന്നു. അതിന്റെ ആ ബീമിന്റെ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് തേപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ല ഫില്ലറിന് താഴ്ച സംഭവിച്ചതോ അങ്ങനെയൊക്കെയാണ് പലരും സംശയം പറഞ്ഞത്. എന്താണ് ഉസ്താദിന്റെ അഭിപ്രായം എന്നൊന്ന് അറിയിച്ചാൽ തിരക്കിടില്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞത് ഈ പോർച്ചിന്റെ ഭാഗത്ത് ചിന്നല് എന്ന് പറഞ്ഞത് സാധാരണഗതിയില് 1-2 കാരണങ്ങളെ കൊണ്ട് വീടിന് ചിന്നൽ സംഭവിക്കാം. അതിൽ ഒന്നാമത്തത് ഇഷ്ടിക പടുക്കുന്ന സമയത്ത്, അവിടേക്ക് എന്താ ഭാഷ എന്നറിയില്ല, ഇഷ്ടിക കെട്ടുന്ന സമയത്ത് 2 ഇഷ്ടിക വയ്ക്കുമ്പോ അതിന്റെ മുകളിൽ വേറെ ഒരു ഇഷ്ടിക വരുമ്പോ കറക്റ്റ് താഴെ, ഒരു ഉദാഹരണം പറയുന്നത്, താഴെ 2 ഇഷ്ടിക വെക്കുന്നു വെട്ടുകല്ല്, അതിന്റെ മുകളിൽ വേറൊരു വെട്ടുകല്ല് വെക്കുമ്പോ മുകളിൽ വെക്കുന്ന ആ ഒരു വെട്ടുകല്ല് ഈ 2 ഇഷ്ടികന്റെയും പകുതിയിൽ വെച്ച് നിൽക്കണം. മനസ്സിലാവണ്ടാവെന്ന് വിചാരിക്കണോ? ഉണ്ടോ? ഞാൻ പറഞ്ഞത് 2 ഇഷ്ടിക നിരത്തി 2 വെട്ടുകല്ല് നീളത്തിൽ വെച്ചു. അങ്ങനെ അതിന്റെ മോൾ വശത്ത് വേറെ ഒരു ഇഷ്ടിക വെക്കുമ്പോ താഴത്ത് വെച്ച ഇഷ്ടികയുടെ പകുതിയിലായിരിക്കണം മോളിൽ ഇഷ്ടിക നിൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ഇഷ്ടികകള് കൂട്ടിവെക്കുമ്പോൾ ജോയിന്റ് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കണം. അത് ഇഷ്ടിക കൊണ്ട് കെട്ടുന്ന സമയത്തൊക്കെ ഈ മോള് വശങ്ങളിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഈ ജോയിന്റ് മുറിക്കാതെ വെക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ചിന്നൽ വന്നാല് ആ ചിന്നൽ നേരെ താഴം വരേക്ക് ചിന്നൽ വരും. അതുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് തിയറിയിൽ പറയുന്നത് 2 ഇഷ്ടികകൾ അല്ലെങ്കിൽ വെട്ടുകല്ലുകൾ അടിയിൽ ഉണ്ടെങ്കിൽ ആ വെട്ടുകല്ലിന്റെ മുകളിൽ വെക്കുന്ന കല്ല് താഴത്തുള്ള കല്ലിന്റെ പകുതി വെച്ചായിരിക്കണം മുകളിൽ ഉണ്ടാവേണ്ടത് എന്നർത്ഥം. അതിപ്പോ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നുള്ളത് അറിയില്ല. പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുമ്പോഴേ ശരിക്കും അറിയുള്ളൂ. 2 ഇഷ്ടിക നീളത്തിൽ വെക്കുക, ആ വരി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇഷ്ടിക വെക്കുന്നത് 2 ഇഷ്ടികയും കൂടി കൂട്ടിമുട്ടുന്ന ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റ് നമ്മൾ അതിന്റെ മുകളിൽ വെക്കുന്ന ഇഷ്ടികയുടെ നേരെ പകുതിയിലായിരിക്കണം നിൽക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ചിന്നൽ വരില്ല. പിന്നെ വേറൊരു സാധ്യത പറഞ്ഞാല് ഈ പോർച്ചിലേക്ക് സിറ്റ് ഔട്ടിന്റെ പോർച്ചിന്റെ ബീം പോർച്ചിന്റെ തൂണില് ലോഡ് ചെയ്യുമ്പോ അതിന്റെ അടിയിൽ PCC നല്ല സ്ട്രോങ് ആയിട്ട് PCC ഇട്ടിട്ടില്ല എങ്കിൽ മണ്ണ് താന്നാലും ഈ പറഞ്ഞ ചിന്നൽ വരാൻ സാധ്യതയുണ്ട്. അടിയിൽ സാധാരണഗതിയിൽ ഏറ്റവും ചുരുങ്ങിയത് 10 സെന്റിമീറ്റർ 148 അഥവാ 1 കൊട്ട സിമന്റ്, 4 കൊട്ട മണല്, 8 കൊട്ട 1.5 ഇഞ്ചിന്റെ മെറ്റൽ എന്ന തോതിലാണ് അടിയിൽ PCC പറഞ്ഞ സാധനം ഇടുക. അത് മണ്ണിന്റെ ഉറപ്പിനനുസരിച്ച് അത് 15 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ വരേക്കൊക്കെ ആ PCC ഇടാറുണ്ട്. ഇപ്പൊ നെൽപ്പാടങ്ങളിലാണെങ്കിൽ ആദ്യം അടിയില് ബോൾഡർ കരിങ്കല്ല് പതിച്ച ശേഷമാണ് അതിന്റെ മുകളിൽ PCC ഇടുന്നത്. അപ്പോൾ അങ്ങനെ മണ്ണ് താന്നു വന്നാലും ഇതിന്റെ അവിടെ ബീം താന്നതുകൊണ്ട് ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത നമ്മുടെ സ്ലാബിനും കൂടി ബാധിക്കും. പോർച്ചിന്റെ അവിടെ താന്നതാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പോർച്ചിന്റെ പില്ലറിലേക്ക് നീണ്ടുവരുന്ന ബീമിന്റെ അറ്റത്ത് അതിന്റെ കേടുപാടുകൾ സംഭവിക്കും. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ അറ്റത്ത് ഈ ബീമിന്റെയും മെയിൻ സ്ലാബിന്റെയും ഒക്കെ ഭാഗത്ത് ചെറിയ ചിന്നൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോർച്ചിന്റെ തൂണിന്റെ പ്രശ്നമാണെന്ന് കണക്കാക്കാം. അല്ലാത്ത ഒരു വിഷയം മിക്കവാറും വീടുകളിൽ വരുന്നത് തേപ്പിന്റെ പൊട്ടല് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇഷ്ടിക പൊട്ടുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഈ തേപ്പുകളൊക്കെ പൊട്ടുന്നത്. അതുകൊണ്ട് തേപ്പ് ചെത്തിയിട്ട് ശരിയാക്കി പറഞ്ഞ 100% ഒന്നും ആ പൊട്ടൽ നിൽക്കൂല. അത് ശരിക്ക് ഇഷ്ടിക അല്ലെങ്കിൽ വെട്ടുകല്ല് പൊട്ടുന്ന സമയത്താണ് അതിന്റെ പൊട്ടൽ പുറത്തേക്ക് വരുന്നത്. പിന്നെ രണ്ടാമത്തൊന്ന് വൈബ്രേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തറയിലൊക്കെ ഇളക്കങ്ങൾ സംഭവിക്കാമെങ്കിലും
അതിൽ കൂടുതലായിട്ട് തറ കഴിഞ്ഞ ഉടനെ ഒരു ബെൽറ്റ് കൊടുക്കുന്നത് കൊണ്ട് ആ ബെൽറ്റിന്റെ അടിയിൽ നിൽക്കുന്ന 1.5 അടി അഥവാ 45 സെന്റിമീറ്റർ ഹൈറ്റിൽ വരുന്ന ആ തറയ്ക്ക് സ്വാഭാവികമായിട്ട് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം 1.5 അടി നമ്മ മോൾ വശത്തേക്ക് കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടി അതിന്റെ മുകളിൽ വീണ്ടും ബെൽറ്റ് വാർക്കുകയാണ്. ആ ബെൽറ്റ് വാർക്കുമ്പോൾ ഈ കരിങ്കൽ ജാമായി നിൽക്കുന്നത് കൊണ്ട് അതിന് പ്രശ്നം വരില്ല. പിന്നെ ആ ബെൽറ്റിന്റെ മോൾ വശത്ത് നിന്ന് ലിൻഡൽ വരേക്ക് 210 സെന്റിമീറ്റർ അഥവാ 7 അടി ഹൈറ്റിൽ നമ്മൾ ഇഷ്ടിക പണിയുന്നു, ബ്രിക്ക് വർക്ക് ചെയ്യുന്നു. ആ ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് 7 അടി ഹൈറ്റ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യാം, വൈബ്രേഷൻ കൊണ്ട് അവിടേക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് പിന്നെ ഈ പൂരങ്ങൾ നടക്കുന്ന അവിടെ ഭയങ്കര വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചുമരുകൾക്ക് വിള്ളിച്ച് വരും. അത് പിന്നെ എന്തായാലും തന്നെ നിർബന്ധമായിട്ടും അത് വരും. ഞാൻ ഈ നെന്മാറ ഭാഗത്തായതുകൊണ്ട് ഇവിടെ നെന്മാറ അല്ലെങ്കിൽ വേല, അവർക്ക് ഈ പരിസരത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇൻഷുറൻസ് ചെയ്തിട്ടാണ്. വേലയ്ക്ക് വേണ്ടി പൊട്ടിക്കുന്ന പടക്കം കൊണ്ട് പിന്നെ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ചുമരി ചിന്നൽ വരുന്നുണ്ട്. അതൊക്കെ സ്വാഭാവിക സൗണ്ട് കൊണ്ട് വരുന്ന ഒരു ചിന്നലുകൾ വരുന്നുണ്ട്. ഇപ്പൊ സൗണ്ട് കൂടുതലാണെങ്കിൽ ഗ്ലാസ് അടച്ചിട്ടാൽ ഗ്ലാസ് പൊട്ടും, പടക്കം പൊട്ടുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് ഗ്ലാസ് നമ്മൾ ജനാലയൊക്കെ തുറന്നിടും. അപ്പൊ ആ ഒരു അവസ്ഥ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും വൈബ്രേഷൻ കൊണ്ടും നിങ്ങളുടെ ചുമരി ചിന്നൽ വരാം. ഞാൻ ഈ പറഞ്ഞ പ്രകാരം പോർച്ചിന്റെ ഭാഗത്ത് പില്ലറിന് ഒടിവ് വന്നിട്ടുണ്ടെങ്കിൽ, ബീമിന് ഒടിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പില്ലറിന്റെ ഒരു അപാകതയും കൂടിയാണ്. നിങ്ങൾ വൈബ്രേഷൻ കൊണ്ട് തറയ്ക്ക് കേടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 1.5 അടി ഹൈറ്റിൽ ബീം വാർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തറ ചിന്നാൻ സാധ്യത 100% ഇല്ല. അതുകൊണ്ട് ഈ തറയുടെ മോൾ വശത്തേക്ക് ചിന്നൽ വരാൻ സാധ്യത കൂടുതലുമാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോ പിന്നെ ഒരു സംശയം, ആ പൊട്ടല് ഒറ്റ പ്രാവശ്യം പൊട്ടിയതിനു ശേഷം പിന്നെ അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ടില്ല, പിന്നെ വേറെ എവിടെയും കാണുന്നുമില്ല. ഒരു പ്രാവശ്യം കടിച്ചിൽ വന്നു, പിന്നെ അതിനുശേഷം അതില് മാറ്റവ്യത്യാസം കുറച്ച് അധികമാവേ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സംഭവിക്കേ, അതും ഉണ്ടായിട്ടില്ല. അവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ പില്ലർ, ഈ പോർച്ചിന് വേണ്ടിയിട്ട് കൊടുത്ത ബീമുണ്ടല്ലോ, ആ ബീമിനോട് ചേർന്ന ഭാഗങ്ങൾ 3 ഭാഗത്ത് മാത്രം ഒരു ചെറിയ കടിച്ചിലേ കാണുന്നുള്ളൂ. അത് പലരും വന്ന് കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ച് നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട് പറയും, ഇതിന്റെ ക്രഷറുടെയാണ്, ഇവിടുന്ന് വെടിപൊട്ടിയിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്തൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷെ അത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഉപകാരമുള്ളൊരു ആളായതുകൊണ്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോ പിന്നെ അതിൽ മാറ്റം വരാത്തതുകൊണ്ട് പിന്നെ എനിക്ക് സംശയം തോന്നാത്തതാണ്. കൂടുതൽ പിന്നെ വേറെ എവിടെയും കാണുന്നില്ല, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലേ മൈക്ക്? ഉസ്താദെ, എന്റെ ചോദ്യം, നമ്മൾ ഈ മണലിന് പകരം മറ്റുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, വാർപ്പിനും അതുപോലെ തേക്കാനൊക്കെ, അത് എത്രമാത്രം കോറി വേസ്റ്റുകളൊക്കെ അത് എത്രമാത്രം അതിനൊരു സേഫ്റ്റി ഉണ്ട്? അതുകൊണ്ടൊക്കെ വാർത്താല് ഒരു എഞ്ചിനീയർക്ക് എത്ര വർഷം ഏകദേശം ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റും എന്നതാണ്. പിന്നെ നമ്മുടെ വീട് കുടിയിരിക്കുന്ന സമയം, ഏറ്റവും നല്ല സമയം ഏതാണ്? അത് സുബഹിക്ക് ശേഷമാണോ? നാട്ടിലൊക്കെ സുബഹി നിസ്കാരം വീടുകളിൽ വെച്ച് നടത്തി അങ്ങനെ കയറി ഇരിക്കാറുണ്ട്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഒരു 7 മണിക്കാണ് സമയം വെക്കുന്നത്. കാരണം ഉസ്താദ് അത് ജമാഅത്ത് നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് സുബഹി കഴിഞ്ഞിട്ട് ഒരു 7 മണിക്കാണ് ഇപ്പോൾ ദുഹാ നിസ്കാരം നടത്തിയിട്ടാണ് ഇപ്പോൾ നടക്കാറ്. അതിൽ ഏറ്റവും നല്ല ടൈം ഏതാണ് എന്നതാണ് ചോദ്യം.
വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൽ രണ്ട് മറുപടികള്. ഇതില് ഫസ്റ്റ് പറഞ്ഞാലുണ്ടല്ലോ, ഒരു പ്രാവശ്യം വീടിന്റെ ചുമര് പൊട്ടൽ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിൽ നാം മുമ്പ് പറഞ്ഞ അതിൽ ചെറിയൊരു മറുപടി അതിലുണ്ട്. അതായത് ജോയിന്റ് കറക്റ്റ് ആവാത്ത ഒരവസ്ഥ വന്നിട്ട് അവിടെയാണ് കൂടുതൽ ഈ വൈബ്രേഷൻ കൊണ്ട് പൊട്ടലും കൂടി വരിക. വൈബ്രേഷൻ കൊണ്ട് പൊട്ടൽ വരും, എല്ലാ ഭാഗത്തും കണ്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ആ ഭാഗത്ത് എവിടെയെങ്കിലും രണ്ട് ഇഷ്ടികയുടെ ജോയിന്റ് നേർക്ക് വന്നതാണെങ്കിൽ അവിടെ പൊട്ടിയാൽ അത് കുറനീളം ഏറ്റവും അടിഭാഗം വരേക്ക് ആ പൊട്ടൽ വരും. അത് സംശയമില്ല. എല്ലാ ഇഷ്ടിയും ജോയിന്റ് കറക്റ്റായിട്ട് മുറിച്ച് വെക്കണം. ജോയിന്റ് നേർക്ക് നേര് വരാൻ പാടില്ല. അത് ഒന്നോ രണ്ടോ മോൾ വശത്ത് ജോയിന്റ് നേരിക്ക് വന്നിട്ട് അവിടെ പൊട്ടിയാൽ ആ പൊട്ടൽ നേരെ താഴ്ഭാഗം വരേക്ക് വരാം. അതും വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ പൊട്ടല് താഴ്ഭാഗത്തേക്ക് വരാം എന്നാണ് പഠനം കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അബ്ദുള്ള തോട്ടക്കാട് ചോദിച്ചത് ഒരു കാര്യം, അത് കോറി വേസ്റ്റ് അല്ല കേട്ടോ. വീട് പണിയാനെടുക്കുന്നത് കോറി വേസ്റ്റ് അല്ല. അവിടെ ദുബൈർ എന്നാണ് ഹുദവിയോ കോറി വേസ്റ്റ് അല്ല, എംസാൻഡ് പറയും, പാറമണല് എംസാൻഡ്. അത് ഗ്രേഡ് കറക്റ്റായിട്ട് ഇന്ന ഗ്രേഡ് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ള എംസാൻഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് ഗവൺമെന്റിന് അതിന്റെ ഉറപ്പ് അഥവാ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഗവൺമെന്റിന് ആ ഒരു പ്രൊജക്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഠനം വിലയിരുത്തി ഗവൺമെന്റിന് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് തന്നെ ഈ എംസാൻഡ് അഥവാ പാറമണൽ ഉപയോഗിച്ച് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുവാനും പ്ലാസ്റ്ററിങ്ങിന് അഥവാ തേപ്പിനൊക്കെ ഉപയോഗിക്കുവാൻ തുടങ്ങിയത്. ഇപ്പൊ വിവര സാൻഡ് അഥവാ സാധാ മണല് ഇപ്പോ ഭാരതപ്പുഴ ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും കൂടുതലായി അതിന്റെ മണലെടുക്കുന്നതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ, അത് നമുക്ക് ലഭിക്കേണ്ട മറ്റു പ്രയാസങ്ങൾ, പഞ്ചായത്തിൽ നിന്ന് വാങ്ങി അതുപോലത്തെ കളക്ടറേറ്റിലേക്ക് കൊണ്ട് കൊടുത്ത് സാങ്ഷൻ എടുക്കേണ്ട ബുദ്ധിമുട്ട്, ഇതൊക്കെ കൊണ്ട് എംസാൻഡിലേക്ക് ആളുകൾ 100% തിരിഞ്ഞിരിക്കുകയാണ്. അത് ഗവൺമെന്റ് നിശ്ചയിച്ച പ്രകാരം ഗ്രേഡുള്ള എംസാൻഡ് ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ബിൽഡിംഗ് പണിക്ക് 100% നമുക്കത് ഉപയോഗിക്കാം. യാതൊരുവിധ കുഴപ്പമില്ല. കാരണം മണല് എന്ന് പറഞ്ഞാൽ വലിയ പാറകളൊക്കെ പൊട്ടി അതുപോലെ ഉണ്ടാകുന്ന ചെറിയ തരികളാണ്. അത് മണ്ണിലുള്ള ചെറിയ കല്ലിന്റെ തരിയാവാം, പാറ ഉരസി അല്ലെങ്കിൽ പാറ പൊട്ടിയിട്ടുള്ള ചെറിയ തരിയാവാം. ഇതിനാണ് സാധാരണ മണൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് വിവർ സാൻഡ് സാധാ മണലിനേക്കാളും ശുദ്ധമായത് എംസാൻഡ് തന്നെയാണ്. അതിൽ ചളി പോലത്തെ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. മറിച്ച് പിന്നെ അതിൽ വരുന്നൊരു വിഷയം, എംസാൻഡ് ഗവൺമെന്റ് അംഗീകരിച്ച എംസാൻഡ് തന്നെയാണോ നമുക്ക് ക്രഷറികളിൽ നിന്ന് ലഭിക്കുന്നത് എന്നതാണ് നാം ഒന്ന് വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് സുപ്രഭാതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, മണലിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ മണലിലെ പിന്നെ മായം കലർത്തുന്നതിനെ കുറിച്ച്, ക്രഷറികൾ മായം കലർത്തുന്നതിനെ കുറിച്ചൊക്കെ വിശദമായി ഞാൻ സുപ്രഭാതം പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ന്യൂസായിട്ട്. അപ്പൊ അതില് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. മണല് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ 1 ബക്കറ്റ് വെള്ളം മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴിയാകും. ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിൽ നാം കയ്യിൽ നോക്കിയാൽ മാവുണ്ടല്ലോ, ഈ അരിമാവ്, ആ മോഡലാണെങ്കിൽ അതുകൊണ്ട് വീട് തേക്കാനോ അതേപോലെ തന്നെ വീട് നമുക്ക് വാർക്ക് പണിക്കോ അത് ഉപയോഗിക്കാൻ പാടില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ. ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് പിന്നെ വായിക്കുമ്പോഴേക്കും മറുപടി പറഞ്ഞില്ലാണ്ടാവും, വായിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലെ, എംസാൻഡ് 1 ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അരിമാവിനെ നാം വെള്ളം ഇട്ട് കലക്കിയാൽ എങ്ങനെ ഉണ്ടാവും? കുട്ടികൾക്ക് കൊടുക്കുന്ന കൂള് പോലെ ഉണ്ടാവും. അങ്ങനത്തെ അവസ്ഥ എംസാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്ലാസ്റ്ററിങ്ങിനോ കാസ്റ്റിങ്ങിനോ അഥവാ വാർക്കാനോ തേപ്പിനോ എടുക്കാൻ പാടില്ല. അത് കൃത്രിമമുള്ള മണലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കാം. അതല്ലാത്ത മണൽ ഉപയോഗിച്ച് വാർക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. എഞ്ചിനീയർ പഠനം വളരെ ഉറപ്പുള്ളതായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത്. പിന്നെ വീട് ഇരിക്കുന്നതിന്റെ നല്ല സമയം ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ ഏറ്റവും നല്ലത് തന്നെ സാധാരണ സുബഹി നമസ്കാരത്തോട് കൂടിയിട്ടാണ് സാധാരണ നാം വീട് ഇരിക്കാറ്. ആ സുബഹിക്ക് ഒരു കൂട്ടബാങ്ക് കൊടുത്തു കഴിഞ്ഞാല് ആ പരിസരത്തുള്ള വല്ല മുസീബത്തോ കാര്യങ്ങളോ ഇബ്ലീസ് ഷർറ് എല്ലാം നീങ്ങുമെന്നാണ് ഇസ്ലാമിക അധ്യാപനം. അതുകൊണ്ട് സുബഹിക്ക് തന്നെ സാധാരണഗതിയിൽ 90% ആളുകൾ സുബഹി നിസ്കാരത്തോട് കൂടിയിട്ട് വീടിരിക്കലാണ് ആരംഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് നല്ലതും. വൈകുന്നേരത്തെക്കാളും
അവല് സുബഹിക്ക് തന്നെ നമ്മൾ വീടിരിക്കുക, അത് തന്നെയാണ് നല്ലത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കന്നിമൂലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് അത്യാവശ്യമായി വന്നപ്പോൾ കന്നിമൂലയിൽ ഒരു ബാത്റൂമും അതിനാവശ്യമായിട്ടുള്ള ഒരു കുഴിയും ഉണ്ടാക്കിയിരുന്നു വീട്ടില്. അത് പിന്നീട് ആളുകളൊക്കെ പറഞ്ഞപ്പോ ആ ബാത്റൂം നമ്മൾ അവിടെ നിന്ന് മാറ്റി. പക്ഷെങ്കിൽ അതിന്റെ കുഴി അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അതിങ്ങനെ മണ്ണിട്ടിട്ട് അതിനകത്ത് മണ്ണിനടിയിൽ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് വല്ല വിഷമം ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കന്നിമൂല ബാത്റൂം എവിടെയെല്ലാം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊന്നും ഈ സെപ്റ്റി ടാങ്ക് കക്കൂസ് കുഴി ഉണ്ടാക്കാൻ പാടില്ല. എവിടെയെല്ലാം ബാത്റൂം പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കക്കൂസ് കുഴി നിർത്താം. ഉദാഹരണം നിങ്ങൾ പറഞ്ഞ പ്രകാരം കന്നിമൂലയിൽ ബാത്റൂം പാടില്ല എന്ന് പറഞ്ഞു, ബാത്റൂം അവിടുന്ന് മാറ്റിയെന്ന് പറഞ്ഞു. ആ ബാത്റൂം പോലെ തന്നെയാണ് ഈ കക്കൂസ് കുഴിയും, അതേ ഹുക്മ തന്നെയാണ്. കക്കൂസ് കുഴി കന്നിമൂലയിൽ നിന്ന് മാറ്റിയിട്ടില്ല എങ്കിൽ അവിടെ പല അസുഖം ആ വീട്ടിൽ നിന്ന് വിട്ടുമാറൂല. ഇതൊക്കെ അനുഭവമുള്ള കാര്യമാണ്. പല വീട്ടുകളും പോയി നോക്കുമ്പോൾ കന്നിമൂലയിൽ ബാത്റൂം ഉണ്ട്. നമ്മൾ ഇതിനൊക്കെ കിതാബിലുണ്ടോ എന്ന് അസല് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ എന്താണ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പൊതുവായിട്ട് കന്നിമൂലയിൽ ബാത്റൂം വേണം വേണ്ട എന്ന് നെഹി വരാത്ത കാലത്തോളം അങ്ങനെ ഏതെങ്കിലും ഒരു ഇൽമ് അവിടെ ബാത്റൂം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാം. അത് ഇസ്ലാമിനെതിരല്ല. അപ്പൊ അത് പ്രകാരം ഈ കന്നിമൂലയിൽ ബാത്റൂം പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ബാത്റൂമിന്റെ കുഴിയും പാടില്ല. കാരണം ബാത്റൂമിനേക്കാളും ഡേഞ്ചറാണ് കക്കൂസിന്റെ കുഴി. കാരണം ഈ വിസർജനം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് വിസർജിക്കുന്ന സ്ഥലത്തേക്കാളും ഏറ്റവും ഡേഞ്ചർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് അന്ന് മാറ്റാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിരുന്നത് അത് കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞ പോലെ വിസർജ്യ വസ്തുക്കൾ കൂടുതൽ അതിനകത്ത് ഉണ്ടായിട്ടില്ല, അതിലേക്ക് ഒഴുകിയിട്ടില്ല. അപ്പൊ അത് വളരെ പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്നുണ്ടോ? ഞാൻ കക്കൂസിന്റെ കുഴി മാറ്റണം എന്ന് പറഞ്ഞത് അത് ഉപയോഗിക്കരുത് എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കക്കൂസിന്റെ കുഴി കന്നിമൂലയിൽ ഉണ്ടെങ്കിൽ ആ കുഴി അങ്ങോട്ട് തൂർത്ത് കളയുക. തൂർത്താ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ അതിനെ തീരെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് കക്കൂസിന്റെ കുഴിയായി പരിഗണിക്കപ്പെടുന്നത്. ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന് കക്കൂസില്ല. മുമ്പ് കക്കൂസ് കുഴിയായിരുന്നു എന്നേ പറയുള്ളൂ. ഉപയോഗിക്കുന്നില്ലെങ്കിലേ, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കക്കൂസ് കുഴി തന്നെ പറയും. ഇത് മുമ്പ് ഉപയോഗിച്ച കക്കൂസ് കുഴിയാണ്, ഇപ്പൊ ഉപയോഗിക്കുന്നില്ല പറഞ്ഞാൽ അത് കക്കൂസ് കുഴി ഇപ്പൊ നിലവിലല്ല എന്നർത്ഥം. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടു, ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഉപയോഗിച്ചാൽ കക്കൂസ് കുഴിയാവും. ആരെങ്കിലും വന്ന് നിങ്ങളോട് ചോദിക്കണം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതെന്താന്ന് വെച്ചാൽ ഇത് മുമ്പത്തെ കക്കൂസ് കുഴിയായിരുന്നു എന്നേ നിങ്ങൾ പറയുള്ളൂ. കക്കൂസ് കുഴിയാണെന്ന് പറയില്ല. കാരണം നിലവിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലേ ഇത് കക്കൂസ് കുഴി എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് കക്കൂസ് കുഴി ആയിരുന്നു എന്നേ പറയുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. അസ്സലാമു അലൈക്കും. ചോദിക്കാനുള്ളത് നമ്മുടെ അടുക്കളയുടെ ഭാഗം പാകം ചെയ്യുന്ന ഭാഗം എങ്ങോട്ടാണ് വരേണ്ടത് എന്നുള്ളതാണ്. കന്നിമൂലയുടെ ഭാഗത്തേക്കോ അതിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് ഭക്ഷണം പാകം ചെയ്യാൻ നല്ലത്? ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ പലപ്പോഴും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-5 പ്രാവശ്യം നമ്മുടെ ഈ അടുക്കളയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ പാകം ചെയ്യുന്ന ആ ഭാഗം ഇങ്ങനെ മാറ്റി പൊളിക്കുക അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ. അസ്സലാമു അലൈക്കും. ഇതില് ഈ മുമ്പ് കുറെ വിശദീകരിച്ചിരുന്നതാണ്. നിങ്ങളുടെ മുമ്പത്തെ സംശയ നിവാരണങ്ങൾ കേൾക്കാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു. എങ്കിൽ ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല.
പിന്നെ ഇതില് ശരിക്ക് ഏറ്റവും ഒന്നാം സ്ഥാനം ശരിക്ക് ഈ വാസ്തുവിന്റെ കണക്ക് പ്രകാരവും തെക്ക് കിഴക്ക് മൂലയാണ് ഒന്നാം സ്ഥാനമായിട്ട് അടുക്കള വരുന്നത്. അങ്ങനെ അടുക്കള തെക്ക് കിഴക്ക് മൂലയിലാണ് അടുക്കള വെക്കുന്നതെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് കത്തിക്കണം. രണ്ടാം സ്ഥാനമായി വരുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ്. അങ്ങനെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന സമയത്ത് നാം കത്തിക്കേണ്ടത് പടിഞ്ഞാറ് തിരിഞ്ഞിട്ടാണ് നാം കത്തിക്കേണ്ടത്. മൂന്നാം സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് മൂലയിലാണ്. വടക്ക് കിഴക്ക് മൂലയിൽ വരുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് നാം കത്തിക്കേണ്ടത്. നാലാം സ്ഥാനമായിട്ടാണ് അപൂർവമായി പരിഗണിക്കപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്യമൂലയിലാണ്. അങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് തിരിഞ്ഞാണ് കത്തിക്കേണ്ടത്. ഇതിൽ പല ആളുകളും വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എവിടെയാണോ കിണറുള്ളത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് കത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊരു അസിലില്ല. വാസ്തുപരമായിട്ടോ നമ്മുടെ ഇസ്ലാമികപരമായിട്ടോ ഒരു അസിലും ഒരു അടിസ്ഥാനവും അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. സത്യത്തിൽ കേരളത്തില് ഇന്ന് മുഴുവൻ ആളുകളും വടക്ക് കിഴക്ക് മൂലയിലാണ് അടുക്കള വയ്ക്കുന്നത്. എന്നാൽ കേരളം ഒഴികെയുള്ള തമിഴ്നാട് പോലെ സംസ്ഥാനങ്ങളിലൊക്കെ തെക്ക് കിഴക്ക് മൂലയിലാണ് അടുക്കള വയ്ക്കുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം. അത് അഗ്നിമൂലയാണ്. അത് അഗ്നിക്കേ യോജിക്കുകയുള്ളൂ. വടക്ക് കിഴക്ക് മൂലയിൽ കിണർ സാധാരണ നിർമ്മിക്കുന്നത് കൊണ്ട് കേരളത്തിലുള്ള ബ്രാഹ്മണ നായന്മാർ പോലത്തവരൊക്കെ അടുക്കളയിൽ നിന്ന് വെള്ളം കോരുന്ന ഒരു സംവിധാനം ചെയ്തിരുന്നു. ആ കാര്യത്തിന് വേണ്ടിയാണ് വടക്ക് കിഴക്ക് മൂലയിൽ കേരളത്തിൽ അടുക്കള സമ്പ്രദായം തുടങ്ങിയത്. അതും കുറെ ആളുകൾ ഇങ്ങനെ അത് പരിഗണിച്ചു പോരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അതിൽ എന്താണ് ഫസൽ ഫൈസു എന്നോ ഫാസു എന്താണ് ഫസൽ ഫൈസു ഫാസു എന്നാ തോന്നുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ച് ചോദിക്കാം. അതിനെന്തായാലും ഒരു ചെലവില്ല. ഇൻഷാ അല്ലാഹ് എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ എന്ത് ചെയ്യാം, ചെയ്തു തരാം ഇൻഷാ അല്ലാഹ്. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മ വീടുകൾ, അടുക്കളകൾ, ബെഡ്റൂമുകൾ ഒന്ന് പൊളിക്കുന്ന ഒരു അവസ്ഥ വരുത്തരുത്. എല്ലാത്തിനും ഒരു മറിമായമുണ്ട്. ഏത് തന്നെയാണെങ്കിലും നമുക്ക് 99% പൊളിക്കാതെ തന്നെ പരിഹരിക്കപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ഈ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീട് വെക്കുന്നവർ അല്ലെങ്കിൽ പഴയ വീടുള്ളവർ അതിൽ വല്ല ആര് തന്നെ എന്ത് തന്നെ പറഞ്ഞാലും എന്റെ ഒന്നില്ലെങ്കിൽ അവർ തർക്കിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ ഈ നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എന്റെ കഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് ഞാൻ ഹെൽപ്പ് ചെയ്യാം. പരമാവധി വിളിക്കുന്നവർ രാത്രി ഒരു 8:30 ശേഷമാണെങ്കിൽ വലിയ ഉപകാരമായി എന്ന് അറിയിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുക്കളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ടെൻഷൻ അടിക്കേണ്ട. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ട രീതിയിൽ എങ്ങനെയാണ് അടുക്കളയുടെ കിടപ്പ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് നമുക്ക് അതിന് തിരിക്കാം. അല്ലാണ്ട് ഒറ്റയടിക്ക് ഏത് നിർമ്മിച്ചതിനെ പൊളിക്കേണ്ട ഒരു അവസ്ഥ നാം വരുത്തരുത്. ഒരുപാട് അതിനുള്ള പോംവഴികളുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഓക്കെ. എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാല്, ഹിന്ദുക്കളൊക്കെ താമസിക്കുന്ന ഒരു പറമ്പ്, അവിടെ അവരുടെ ശവമൊക്കെ കുഴിച്ചിട്ടൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അവർ പൂജ ഇപ്പോ ഒരു പല കുടുതി കൊടുക്കാന്നോ അല്ലെങ്കിൽ പിശാചിനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പൂജ നടത്തിയ സ്ഥലത്തെ ഒക്കെ നമുക്ക് വീട് എടുക്കുന്നതിന്, നമ്മൾ പറമ്പ് വാങ്ങി അവിടെ വീട് വെക്കുന്നതിന് വല്ല ദോഷങ്ങളും വരുമോ എന്നുള്ളതാണ് എന്റെ സംശയം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ചോദിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പലരോടും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു മലയുടെ താഴ്വാരത്ത്
വിശ്രമിക്കുവാനിരുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സുബഹിക്ക് നമസ്കാരമായാൽ സമയമായാൽ അറിയിക്കുവാൻ ഏൽപ്പിച്ചുകൊണ്ട് ഒന്നും മയങ്ങി. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവും ആ കൂട്ടത്തിൽ മയങ്ങിപ്പോയി. സുബഹി സമയമായത് അദ്ദേഹം അറിഞ്ഞില്ല. അഥവാ ഇബ്ലീസ് അദ്ദേഹത്തെ മറപ്പിച്ചു വെച്ചു എന്നാണ് സാരം. അങ്ങനെ ആദ്യമായി സുബഹി നമസ്കാരം അറിയിക്കണമെന്ന് പറഞ്ഞ ബിലാലും സഹാബത്തൊക്കെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. സുബഹിന്റെ സമയം കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അറിഞ്ഞത്. സൂര്യന്റെ ആ പ്രകാശം പ്രവാചകന്റെ മുഖത്ത് അടിച്ചപ്പോഴാണ് പ്രവാചകൻ അറിയുന്നത്, പടച്ചോനെ സുബഹി ഖളാആയല്ലോ. പ്രവാചകൻ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ പിശാച് വസിക്കുന്ന സ്ഥലമാണ്, നാം എല്ലാവരും ഇവിടെ നിന്ന് വേഗം പോണം എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും അവിടെ വാഹനങ്ങളൊക്കെ തെളിച്ചുകൊണ്ട് കുറച്ചു ദൂരം ചെന്നുകൊണ്ടാണ് അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത്. അതുകൊണ്ട് ആ സ്ഥലത്ത് പിശാചിന്റെ വാസസ്ഥലം ഉണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരീകരിച്ചത് കൊണ്ടാണ് ആ സ്ഥലത്ത് സുബഹി നിസ്കാരം ഖളാ വിട്ടാതെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് നിസ്കരിച്ചത്. അതുകൊണ്ട് സ്ഥലത്തെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് പിശാചിന്റെ വാസസ്ഥലം ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ വാസയോഗ്യമാണോ, മനുഷ്യ വാസയോഗ്യമാണോ എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതിന് സ്ഥലത്തെക്കുറിച്ച്, സ്ഥലനിർണയത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികളെ കൊണ്ടായിരിക്കണം നാം വീടിന് സ്ഥലം നിർണയിക്കേണ്ടത്. അപ്പൊ ഈ ഹദീസ് പ്രവാചകന്റെ ഈ വചനം മനസ്സിലാക്കി തരുന്നത് സ്ഥലത്തിൽ പിശാചിന്റെ വാസസ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഫത്വൽ മുഈനിലൊക്കെ ഇബാറത്തുണ്ട്, സ്ഥലം ഈ ഇടപാട് നടത്തുന്ന സമയത്ത് ഇടപാട് ചെയ്യുന്ന ആള് വാങ്ങിക്കുന്ന ആളോട് അവിടെ തൊട്ടടുത്ത് പട്ടാള ക്യാമ്പ് അല്ലെങ്കിൽ പിശാചിന്റെ കല്ലേറ് നടക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥലം മടക്കി കൊടുക്കാമെന്ന് ഫത്വൽ മുഈനിൽ പറയുന്നുണ്ട് ഫിഖ്ഹില്. അതുകൊണ്ട് സ്ഥലത്തിൽ എന്തായാലും പിശാചിന്റെ വാസസ്ഥലം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് സ്ഥലത്തിൽ പോക്കുവരവ് ഉണ്ടോ ഇല്ലയോ, പിശാചിന്റെ പോക്കുവരവ് ഉണ്ടോ ഇല്ലയോ എന്ന് നാം മനസ്സിലാക്കിയിട്ട് വേണം നാം വീട് വെക്കേണ്ടത്. അങ്ങനെ സംഭവമുള്ള സ്ഥലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മ അതിനെ ശുദ്ധിയാക്കിക്കൊണ്ടായിരിക്കണം നാം അവിടെ വീടുകൾ നാം നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് പിശാച് നിലകൊള്ളുന്ന സ്ഥലത്ത് വീട് വെക്കാൻ പാടില്ല. അവിടെ അപകടങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഉസ്താദ്, എന്റെ ഒരു ചോദ്യം ഇത് കൂടെ ഉണ്ടായിരുന്നു. അതായത് ഹിന്ദുക്കളുടെ ശവം മറവ് ചെയ്ത സ്ഥലത്താണെങ്കിൽ അതുകൊണ്ട് ദോഷമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അതിന് ഉസ്താദ് മറുപടി പറഞ്ഞില്ല. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു ചോദ്യം മനസ്സിലായില്ല കേട്ടോ, ഒന്നും കൂടി ചോദിക്കണേ. അപ്പൊ നിങ്ങൾ ഒരാൾ വന്ന കാരണേ ഒന്നും കൂടി ചോദിക്കട്ടോ. എന്റെ ചോദ്യം ഇതാണ്, അന്യമതസ്ഥരുടെ ശവം മറയത്, അപ്പൊ ഹിന്ദുക്കൾ താമസിക്കുന്ന പറമ്പുകളിൽ അവരൊക്കെ ശവം ദഹിപ്പിക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന എന്റെ ചോദ്യം. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അതെന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. കാരണം പറഞ്ഞാല് ശവങ്ങൾ മറവ് ചെയ്യുന്ന സ്ഥലത്ത് വീട് വെക്കുമ്പോൾ അവിടെ പല പ്രശ്നങ്ങൾ, ഉദാഹരണം പറഞ്ഞാല് നാം കിടക്കുന്ന സ്ഥലത്തിന്റെ അടിയിൽ കബറാളികളോ അല്ലെങ്കിൽ ദഹിപ്പിച്ച മനുഷ്യനെ, ഹിന്ദുക്കളുടെ ശവം മറ്റാവട്ടെ ദഹിപ്പിച്ചതൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറക്കം പറഞ്ഞ സാധനം ആ കിടക്കുന്ന ഭാഗത്ത് ഉണ്ടാവില്ല. അത് ഏറ്റവും വലിയ അനുഭവമാണ്. ഒരുപാട് ആളുകളുടെ വീടുകൾ പോയി നോക്കുമ്പോൾ ഉറക്കമില്ല റൂമിൽ കിടന്നൊക്കെ പറഞ്ഞാൽ അവിടെ
ഈ മുമ്പ് ശവം കുഴിച്ചിട്ട സ്ഥലം അല്ലെങ്കിൽ അതേപോലെ തന്നെ ദഹിപ്പിച്ച സ്ഥലം, അത് ഹിന്ദുക്കളുടെ ആവട്ടെ മറ്റേതാവട്ടെ, അവിടെ വീട് വെക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഉത്തമത്തിൽ ഉള്ളതല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാറ്റിയിടണമെന്നാണ് ഈ വീട് നിർമ്മാണ ശാസ്ത്രം തന്നെ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് ആരും മൈക്കെടുക്കാത്തെ? ആരെങ്കിലും മൈക്കിൽ വരെ. ആഷിഖ് നബി ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. ചോദ്യങ്ങളുള്ള ആളുകളൊക്കെ മൈക്കെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും. ഇനി ചോദ്യം വാർത്താക്കളൊന്നുമില്ലേ? ചോദ്യ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഏതായാലും മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരാൻ മൈക്കും ദേശം. കുറച്ചു മുമ്പ് എന്തോ വാർത്ത, അടുത്ത ലൈവ് വാർത്ത കൊണ്ട് എഴുതി കാണിച്ചിരുന്നു. അങ്ങനെ സമയമായാൽ ഒന്ന് അടിയിലൊന്ന് എഴുതി കാണിക്കണം കേട്ടോ. ഈ സംശയ നിവാരണം വെച്ച് അതിന്റെ കാര്യം മുടങ്ങരുത്. അത് മുടക്കിയ പോലെ നടക്കട്ടെ. സംശയങ്ങളുള്ളവർ ചോദിക്കും. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഒരാളുടെ ചോദ്യം, നമ്മൾ തറയിട്ട് കഴിഞ്ഞാല് എത്ര വർഷം അതെങ്ങനെ വീട് വെക്കാതെ അങ്ങനെ നിർത്താൻ പറ്റും? പിന്നീട് അത് വെക്കുന്ന സമയത്ത് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്നതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായില്ലേ? നമ്മൾ തറയിട്ട് കഴിഞ്ഞിട്ട് 2 വർഷമോ 3 വർഷമോ ഒക്കെ വീട് വെക്കാൻ പറ്റാതെ നിർത്തി കഴിഞ്ഞാൽ എത്ര വർഷം വരെ അതങ്ങനെ നീളാൻ പറ്റും എന്നതാണ് ചോദ്യം. ഈ പല ആളുകളും ഈ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ. എങ്ങനെയാന്ന് വെച്ചാല്, തറയിട്ട് ബെൽറ്റൊക്കെ വാർത്ത് കുറെ വർഷം ഇങ്ങനെ കിടന്നാൽ അത് ഒരു അപാകതയാണ്, ഒരു ലക്ഷണക്കേടാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സാധാരണഗതിയിൽ മനുഷ്യന്റെ സാമ്പത്തികം അനുസരിച്ചുകൊണ്ടാണ് വീട് ഇങ്ങനെ നിർമ്മിക്കുന്നത്. സമ്പത്തുള്ളവർ പെട്ടെന്ന് വീട് നിർമ്മിക്കുന്നു, ഇല്ലാത്തവർ പിന്നെ ഘട്ടം ഘട്ടമായി നിർമ്മിക്കുന്നു. അതൊക്കെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ വരും. അല്ലാതെ അതൊരു അഭംഗി അല്ലെങ്കിൽ അപലക്ഷണം എന്നൊന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല, അതില് പുല്ല് പിടിക്കാതെ നാം ശ്രദ്ധിക്കണം. കാരണം പുല്ല് പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായി മണ്ണൊക്കെ ഈ കല്ലിന്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി കല്ലുകൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇളക്കം കാര്യങ്ങളൊക്കെ വരും. സിമെന്റ് ഇട്ടതാണെങ്കിലും അതിനും പല പിന്നെ അതിന്റെ ക്യൂറിംഗ് പീരീഡ് കഴിയുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും വരാറുണ്ട്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത്, തറ അങ്ങനെ എത്ര വർഷം വേണമെങ്കിലും ഇട്ട് കിടന്നാലും യാതൊരുവിധ കുഴപ്പവുമില്ല. തറയ്ക്ക് യാതൊരുവിധ കേടുപാടും സംഭവിക്കില്ല. അതിൽ വീട് വെക്കുന്നത് യാതൊരുവിധ കുഴപ്പവുമില്ല. ആരെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തറ മണ്ണ് പിടിക്കാതെ വനം പൊത്താതെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം. കാരണം അതിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടി. അല്ലാതെ നിങ്ങൾക്ക് എത്ര വർഷമാണെങ്കിലും കഴിഞ്ഞ മുകളിൽ വീട് വെക്കാം, യാതൊരുവിധ കുഴപ്പമില്ല. ഒരുപാട് ആളുകൾ PM ചെയ്ത് ചോദിക്കുന്നുണ്ട്. അവർക്ക് മൈക്കിലേക്ക് വന്നാൽ വളരെ ഉപകാരമായി. അപ്പൊ ഇത് വായിക്കുന്നതും പറയുന്നതും കൂടിയുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ആരും മൈക്കിൽ വരാത്തത്? ആരും മൈക്കിൽ വരി. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിവാരണം ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഉസ്താദെ. ഏതായാലും ഉസ്താദിന്റെ ഈ ഒരു പങ്ക്തി വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. പലരും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ആശങ്കപ്പെട്ട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. തത്വശാസ്ത്രത്തില്, അതിന്റെ ഇസ്ലാമിക ശാസ്ത്രത്തിൽ ഉസ്താദിനുള്ള ഒരു വിവരം കൊണ്ട് നമുക്ക് അതിന്റെ ഇസ്ലാമിക മാനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഉസ്താദ് ഇടയ്ക്കൊക്കെ
വന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സാദ് തെക്കൻ കേരളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? സംസാരം കേട്ടിട്ട് സാദ് അബ്ദുൽ ഖാദർ അൻവരി ദക്ഷിണ കേരള ആണെന്നാണ് മനസ്സിലാണ് ഉസ്താദിന്റെ സംസാരം. പാലക്കാട്. ആ ഓക്കെ. അപ്പൊ അൻവരിയന്റെ അടുത്ത് തന്നെയാണ്. മാഷാ അല്ലാഹ്. ഏതായാലും ഉസ്താദിന് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഉസ്താദിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. പാലക്കാട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഉസ്താദെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നെന്മാറയാണ് ഉസ്താദ്. ഏതായാലും ഞാൻ ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും പ്രത്യേകം എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് മക്കള് ആയിട്ടില്ല, 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇൻഷാല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യണം എല്ലാവരും. ആരുടെ ദുആയാണ് പഠിത്തം സ്വീകരിക്കാന്ന് പറയാൻ പറ്റൂലല്ലോ. നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് സൗദിയിലുള്ള ആളുകൾക്ക് ഉണ്ടാവും. മക്കത്തൊക്കെ പോകുന്ന സമയത്ത് സാധുവ എനിക്ക് വലിയ സന്തതി ഉണ്ടാകുന്ന ദുആ ചെയ്യണം ഇൻഷാല്ലാഹ്. പിന്നെ മൈക്കിൽ വരാൻ കഴിയാത്തവർ എന്റെ മൊബൈൽ നമ്പറിലൊക്കെ വിളിച്ച് ചോദിക്കാട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാല് രാത്രി 8:00-ക്ക് ശേഷം മാത്രം വിളിച്ചാൽ ഇവിടുത്തെ ഇന്ത്യ സമയം വളരെ നന്നായിരിക്കും. പകല് പല തിരക്കിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മതിയായ ഒരു മറുപടി തരാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമമല്ലേ. അപ്പൊ രാത്രി 8:30 മുതൽ നിങ്ങൾ രാത്രി 12 മണി വരെ വിളിച്ചോളി, ഒരു കുഴപ്പമില്ല. 12 മണിക്ക് ശേഷം സാധാരണ ഉറങ്ങാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ വീട് സംബന്ധമായിട്ടോ അതിനോട് ബന്ധപ്പെട്ടതായിട്ടോ വീടിന്റെ പഞ്ചായത്തുകൾ തലത്തിലുള്ള വിഷയങ്ങളോ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. എന്നാൽ കഴിയുന്ന മറുപടിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട വിഷയം, ഞങ്ങളൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ഫസ്റ്റ് പറഞ്ഞിരുന്നു, ഒരു വീട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ വീടിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇസ്ലാമിക മാനദണ്ഡം എങ്ങനെയാണ് നിർണ്ണയിക്കേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അറിയിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വ്യക്തമായ ഒരു ക്ലാസ്, അഥവാ ഈ ക്ലാസ് കേൾക്കുന്നവൻ അത് ശരിക്ക് ഒരു റെഫറൻസായി സൂക്ഷിക്കുകയാണെങ്കിൽ വീടിനെ സംബന്ധിച്ച് വേറെ ആരോടും ഒരു സംശയം ചോദിക്കാത്ത രീതിയിൽ അവനിക്ക് വീടിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് നിർമ്മാണം നടത്തുവാനുമുള്ള ഒരു പ്രാപ്തി കഴിവ് ഇൻഷാ അല്ലാഹ് ലഭിക്കും. ആ രീതിയിലായിരിക്കും ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ക്ലാസ് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. പഠിത്തം വരാൻ തോൽപ്പിക്കാൻ പ്രധാനം ചെയ്യുമാറാവട്ടെ. ഇനി ആരൊന്നും ഇല്ലാതൊന്നും റേസാൻഡൊന്നും കാണാനില്ല ഇൻഷാ അല്ലാഹ്. സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ക്ലാസ് വരുമ്പോൾ നമുക്ക് സംശയമായി നടത്താം. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെങ്കിലൊക്കെ മൈക്കിൽ വരും, മൈക്കിൽ എടുക്കാൻ പറ്റുന്ന ആളുകൾ മൈക്കിൽ വരും. ഡ്യൂട്ടിയിലാവുമ്പോൾ ചെറിയ സൗണ്ടിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. പിന്നെ ഉസ്താദ്, എന്റെ സംശയം, നമ്മൾ കല്ല് വെട്ടിയ സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കുകയാണെങ്കിൽ അത് എത്രമാത്രം അത് മണ്ണിട്ട മുന്നേ കല്ല് വെട്ടി പിന്നീട് മണ്ണിട്ട് നിരത്തിയ സ്ഥലങ്ങളൊക്കെ അതില് വീട് വെക്കുകയാണെങ്കിൽ, ബിൽഡിംഗ് വെക്കുകയാണെങ്കിൽ അത് എത്ര വർഷം നമ്മളത് കാത്തിരിക്കണം മണ്ണിട്ട ശേഷം അതൊരു ഉറപ്പ് വരാൻ? അതോ അത് കല്ല് വെട്ടി അത്ര ഏകദേശം നമ്മള് ഫില്ലറ് അതിൽ കല്ലിട്ട് പിന്നെയും അത് മണ്ണ് വാരി കല്ലിടണോ എന്നതാണ് ചോദ്യം. അസ്സലാമലൈക്കും. അബ്ദുള്ള തോട്ടക്കാട് ചോദിച്ചത്, ഈ കല്ലിട്ട് കുഴിയിലൊക്കെ സാധാരണഗതിയിൽ റീഫില്ല് ചെയ്യുക, ന്യൂഡിന് അഥവാ മണ്ണ് റീഫില്ല് ചെയ്തുകൊണ്ട് അതിൽ വീട് നിർമ്മിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സാധാരണ വയലുകൾ നിരത്തി മണ്ണ് ഇട്ട് നിരത്തി വീടുകൾ നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ അവസ്ഥ. അത് കുറെ വർഷങ്ങൾ 15 വർഷത്തോളമൊക്കെ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്ത സ്ഥലമാണെങ്കിൽ മഴ പെയ്ത് സ്വാഭാവികമായി അവിടെ മണ്ണ് ആ കുഴിയിൽ വെള്ളം നിറഞ്ഞ്
ശരിക്ക് സാധാരണഗതിയിൽ സ്വാഭാവികമായി പ്രകൃതിപരമായി കൺസോളിഡേഷൻ നടക്കും. അഥവാ നമ്മ തറകലക്കൂലേ, ആ ഒരു പ്രകൃതി അത്രയില്ലെങ്കിലും അതേപോലെയുള്ള ഒരു പ്രവൃത്തി ഒരു 10-15 വർഷത്തോളം നാം മണ്ണ് ഫില്ല് ചെയ്തിട്ടാണെങ്കിൽ നടക്കും. അങ്ങനെയാണെങ്കിൽ നാം മണ്ണ് വെട്ടുന്ന സമയത്ത് നല്ല ഉറപ്പുള്ളതായിട്ട് നമുക്ക് അതിൽ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും സാധാരണഗതിയിൽ ഈ റോഡ് റോളർ അഥവാ കല്ലമർത്തുന്ന വിഷയം പറയില്ലേ, അവിടേക്ക് എന്താ പറയാ, ഇഞ്ചൻ വണ്ടി എന്നോ മലപ്പുറത്തൊക്കെ അങ്ങനെ പറയാം. അതിന്റെ ഇപ്പോ ആധുനിക സജ്ജീകരണത്തോടുകൂടി എയർ പ്രസ്സിങ്ങിന്റെ സാധനമുണ്ട്. എയർ പ്രസ്സിങ്ങിന്റെ സാധനം അതിട്ട് ശരിക്കും നല്ല ഒരു 2-3 പ്രാവശ്യം ഒരു പ്രസ്സിങ് നടന്ന സാധാരണ പഴയ ഭൂമി പോലെ ആയി മാറും. ഇപ്പൊ പുതിയ റോഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ NH 4 ലൈൻ റോഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, എയർപോർട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഓരോ ലോഡ് മണ്ണോട് തട്ടും, അതിന്റെ മുകളിൽ ഈ റോഡ് റോളർ എയർ പ്രസ്സിങ്ങിന്റെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും 2 വട്ടം പൊട്ടിയാൽ സാധാ മണ്ണിനേക്കാളും ഉറപ്പാണ് അതിനുണ്ടാവുക. അതേപോലത്തെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഹയറായിരിക്കും. അങ്ങനെ വരുമ്പോ സാധാരണഗതിയിൽ നാം തറയ്ക്ക് അസ്ഥിവാരം കയറി അതിൽ ഒരു 20 സെന്റിമീറ്ററോളം 15 സെന്റിമീറ്റർ ചുരുങ്ങിയത് PCC ഇടണം. അതായത് 1480 എന്ന തോതിൽ PCC ഇട്ട് അതിനുശേഷമായിരിക്കണം നാം വീട് കെട്ടേണ്ടത്. അങ്ങനത്തെയുള്ള മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലത്ത് പരമാവധി ഈ പില്ലർ വർക്കുകൾ ഒഴിവാക്കുക. പില്ലർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഫില്ല് ചെയ്ത മണ്ണിന്റെ അടിവശത്തു നിന്ന് തുടങ്ങണം പില്ലർ വർക്ക്. അല്ലെങ്കിൽ ആ പില്ലർ വർക്കിന് ലോഡ് കൂടുമ്പോൾ അവിടെ താഴാനുള്ള സാധ്യത 99% കൂടുതലാണ്. മറിച്ച് ചുറ്റുഭാഗത്തും കരിങ്കൽ കെട്ടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം നമുക്ക് എല്ലാ ഭാഗത്തും കരിങ്കലിട്ട് PCC ചെയ്തതിനു ശേഷം നമുക്ക് വീട് നിർമ്മിക്കാം. റീഫില്ലിന്റെ ഭാഗത്ത് പരമാവധി പില്ലറുകൾ ഒഴിവാക്കുക. അത് വീടിന് ബലക്ഷയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മണ്ണ് ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്.